ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത്. വൈകുന്നേരം കുട്ടികൾ വീട്ടിലെത്തുമ്പോഴേക്കും ചൂട് ചായയും ചൂട് സ്നാക്കും റെഡി ആയിരിക്കും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ടുള്ള സ്നാക്കാണിത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 വയലറ്റ് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഞെട്ട് ഭാഗം കളഞ്ഞിട്ട് ഒന്ന് കട്ടി കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതേ തരം വഴുതനങ്ങയിൽ ഉള്ളിൽ കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉള്ളിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി കേടായതൊക്കെ കളഞ്ഞിട്ട് നല്ലത് മാത്രം നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. കേടുള്ളതെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സ്നാക്ക് ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ വഴുതനങ്ങ കറി വയ്ക്കാതെ നിങ്ങൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കടലമാവുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആവത്തക്ക വിധം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയില്ലാതെ നല്ല കട്ടിയിൽ കലക്കിയെടുക്കണം. ഇഡ്ഡലി മാവിനേലും ഒരല്പം അയവിൽ വേണം കലക്കിയെടുക്കാൻ. ദോശ മാവിനേലും കുറച്ചുകൂടി കട്ടിയും ഉണ്ടായിരിക്കണം. ബാറ്റർ കൂടുതൽ ലൂസായി പോയാൽ നമ്മൾ മുക്കി പൊരിക്കുമ്പോൾ കഷ്ണങ്ങളിൽ ഇത് നന്നായി പിടിക്കില്ല, ഊർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല കട്ടിയിൽ കലക്കിയെടുക്കണം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഒഴുകി പോകരുത്. ഇതുപോലെ വിട്ട് പോകുന്ന തരത്തിലുള്ള കട്ടിയായിരിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് അണിയൻ. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർക്കാം, അല്ലെങ്കിൽ മുരിങ്ങയില ചേർക്കാം. അതൊക്കെ വളരെ നല്ലതാണ് ഈ ബാറ്ററിൽ ചേർത്താൽ. ഈ ബാറ്ററിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. റോസ്റ്റ് ചെയ്ത എള്ള് ചേർക്കാം. എള്ള് ചേർക്കുമ്പോൾ കറുത്ത എള്ള് തന്നെ ചേർക്കാം. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എള്ളിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ എള്ള് ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വളരെ ഗുണങ്ങളുള്ള കരിഞ്ജീരകവും ഈ ബാറ്ററിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. പൊരിക്കാനുള്ള എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഓരോ വഴുതനങ്ങയുടെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയെടുക്കുക. അതിനുശേഷം മീഡിയം ഹീറ്റിൽ തിളച്ച എണ്ണയിലേക്ക് ഇടുക. മീഡിയം ഹീറ്റിൽ തന്നെ പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ കുറവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഈ തിളച്ച എണ്ണ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. താഴെ ഭാഗം ഏകദേശം മുരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. ഒരു 4 മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്താലേ ഇത് ആവശ്യത്തിന് മുരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ താഴെ ഭാഗം നല്ല ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മുരിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള സ്നാക്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആ 4 വഴുതനങ്ങ കൊണ്ട് ഞാനൊരു പാത്രം നിറയെ സ്നാക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അധികം ചിലവില്ലാത്ത സ്നാക്കാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഇത് കഴിക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ചൂട് ചായയോടൊപ്പം അവർക്ക് ഇത് കൊടുത്താൽ അവർ പെട്ടെന്ന് ഇത് കാലിയാക്കി തരും.
ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഉള്ളിൽ വഴുതനങ്ങ ആയതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോടുകൂടിയാണെങ്കിൽ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ നമ്മൾ ചായയുടെ കൂടെ കഴിക്കാൻ മാത്രമുള്ളത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുക, എന്നിട്ട് ചൂടോടുകൂടി കഴിക്കാം. ചൂടോടെ കഴിച്ചാൽ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവാത്ത പോലെ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളിനി വഴുതനങ്ങ വാങ്ങിച്ചാൽ കറിയാക്കണ്ട, ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചാൽ മതിയാവും. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.